അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ ഒരു രാഗി കൊണ്ടൊരു സ്പെഷ്യലായിട്ടുള്ളൊരു അട ഉണ്ടാക്കാൻ പോകുന്ന കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തിയൊക്കെ ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ രാഗിപ്പൊടി ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കണം. വെള്ളത്തിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അത് കാരണം മാവിലിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായി കുഴച്ച് വെക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ എന്തായാലും സ്പെഷ്യലായിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടമില്ലാത്ത കുട്ടികളും കഴിക്കും. നമ്മളിത് നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നും ഒരേപോലെ ഇങ്ങനെ അട ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു വെറൈറ്റി ആക്കിയതാണ്. നന്നായിട്ടുണ്ടായിരുന്നു. മാവ് നല്ലോണം കുഴച്ച് നല്ല തിളച്ച വെള്ളത്തിലാണ് കേട്ടോ. ഒരുവിധം വേവൊക്കെ അതിലായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇനി കുഴച്ച് വെക്കാം. ബാക്കി നമ്മൾ ഇൻഗ്രീഡിയൻസൊക്കെ അതിലേക്ക് ആവശ്യമുള്ളത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ, ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ റെഡിയാണ്. അപ്പോൾ ഈ മാവും കൂടി കുഴച്ച് ഇനി അതൊന്ന് ചൂടാറാൻ വെക്കണം കേട്ടോ. നല്ല തിളച്ചതല്ല. അപ്പോൾ അത് ആ സമയം കൊണ്ട് നമുക്ക് പഴമൊക്കെ മുറിച്ച് വെക്കാം. തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ചെറുതായി കട്ട് ചെയ്തിട്ട് നമുക്കിത് ഇനി ഒന്ന് ചട്ടിയൊക്കെ വെച്ചിട്ടൊന്ന് ഇത് വഴറ്റിയെടുക്കണം കേട്ടോ. അതിൻ്റെ മുന്നേ ശർക്കര ഉരുക്കാൻ വെക്കാം നമുക്ക്. ശർക്കര രണ്ടച്ചെടുത്തിട്ടുണ്ട്. അതിന് ഫുള്ളായിട്ട് ആവശ്യം ഉണ്ടാവില്ല, കുറച്ച് മാവല്ലേ ഉള്ളൂ. എന്നാലും രണ്ടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ചതക്കി കൊടുക്കാം. കാരണം അത് വേഗം മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. മറ്റിച്ചാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട്, കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇത് വേഗമായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചതക്കിയിട്ട് വെള്ളം ഒഴിച്ചാണെങ്കിൽ വേഗം ഉരുകി കിട്ടും. അപ്പോൾ രാഗിയൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് രാഗി. അട, ദോശ അങ്ങനത്തെ ഒക്കെ കുറുക്കി കഴിക്കുക. ബ്ലഡ് കുറവ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു ഇതാണ് പറയുന്നത്. രാഗി കഴിക്കാനാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്കത് പല രൂപത്തിലും കഴിക്കാം, കുറുക്കായിട്ടും എങ്ങനെയെങ്കിലുമൊക്കെ. അപ്പോൾ ഞാൻ അടായിട്ട് ഇപ്പോൾ ഇന്ന് കഴിക്കാം, അത്താഴത്തിന് ഇന്ന് രാത്രിയിൽ കഴിക്കാൻ വിചാരിച്ചുണ്ടാക്കിയത്. അപ്പോൾ ഫ്രൈ പാൻ വെച്ചിട്ട് ദോശക്കര നെയ്യ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ആ പഴം കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പഴമൊക്കെ നല്ല വാടി വരുന്നുണ്ട്. ഇനി നമുക്ക് നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കട്ടെ. ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാൻ. ഇപ്പോൾ പഴം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഏലക്കായൻ്റെ പൊടി ഇഷ്ടമുള്ളവർക്ക് അത് ഇടാം. ഞങ്ങളതൊന്നും ചേർത്തിട്ടില്ല. പഴം മാത്രം നെയ്യിലൊന്ന് വഴറ്റുക. അതിലേക്ക് തേങ്ങയും ശർക്കരയൊക്കെ ചേർക്കുക. അപ്പോൾ ഈ ഇളക്കുന്ന മരത്തിൻ്റെ കയ്യിൽ ഉണ്ടല്ലോ ടീസ്പൂൺ, അത് ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 7 എണ്ണം ഒന്നിച്ച് ഓഫറായിട്ട് മേടിച്ചതാട്ടോ. അത് അതിൻ്റെ വീഡിയോ ഞങ്ങൾ അടുത്തായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇത് നമ്മൾ കടയിൽ ഒരെണ്ണമൊക്കെ ആയിട്ട് മേടിക്കുമ്പോൾ നല്ല പൈസ. അപ്പോൾ 7 എണ്ണം കൂടിയിട്ട് ഓഫറായിട്ട് കിട്ടിയപ്പം മേടിച്ചതാണ്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ നല്ല സമയത്ത് ഓഫറുള്ള സമയത്ത് നമ്മൾ മേടിക്കണമെങ്കിൽ നല്ല ഇതാണ്. ഫ്രൈ പാനിലൊക്കെ ഇളക്കാനൊക്കെ പറ്റിയൊരു കയ്യിലാണ്. തേങ്ങ ശർക്കര ഒഴിച്ചു തേങ്ങയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കട്ടെ. ഇനി നമുക്ക് ഇലയൊക്കെ ഒന്ന് കഴുകി വാട്ടിയിട്ട് അതിലേക്ക് പരത്തി വെക്കാം. അപ്പോൾ ഒന്ന് വാട്ടിയിട്ടുണ്ടെങ്കിൽ അത്ര വേഗം ഇല കീറി പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് വാട്ടിയെടുക്കുക.
അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒന്ന് വെള്ളം തൊട്ട് കൊടുത്തിട്ട് നമ്മുടെ മാവ് ഇതിലേക്ക് കയ്യുമ്മലൊന്ന് വെള്ളമാക്കിയിട്ട് പരത്തി കൊടുക്കാം. അപ്പോൾ നല്ല കനം കുറഞ്ഞ് പരത്താനും പറ്റും, കയ്യിൽ ഒട്ടി പിടിക്കില്ല ഒന്ന് വെള്ളത്തിൽ തൊട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നല്ല വൃത്തിക്ക് നല്ല നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കട്ടിയിലാവുമ്പോൾ കഴിക്കാനൊരു ഇച്ചിരി മടിയാണ് മക്കൾക്കൊക്കെ, മാവ് കൂടുതലാണ് പറഞ്ഞിട്ട്. അപ്പം നല്ല നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. മറ്റേ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പഴത്തിൻ്റെയും തേങ്ങൻ്റെ ഒക്കെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. നമുക്കിത് കുട്ടികളെ പറ്റിക്കാനൊക്കെ പറ്റിയൊരു പലഹാരമാണ്. കുട്ടികൾ ഇപ്പോൾ പഴമൊക്കെ കഴിക്കാത്തവരെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കുറച്ച് കറുത്ത് പോയ പഴമൊക്കെ ആണെങ്കിലും അത് നമുക്കൊന്ന് നെയ്യിൽ വാട്ടി അതിൻ്റെ അകത്ത് വെച്ചാൽ അവർക്കിത് മനസ്സിലാവില്ല, അതിൻ്റെ ഇടയിൽ കൂടെ എടുത്ത് കഴിക്കുകയും ചെയ്തോളും. അങ്ങനെ നല്ലൊരു ഹെൽത്തി ആയതാണ് ഫുഡ് തന്നെ, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതാ വട വേവിച്ച് ആവിയിൽ വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലി പാത്രത്തിലാണ് വേവിച്ചത്. അങ്ങനെ അപ്പോൾ അത് അട റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, ഇതിനെ ഒരു കറുത്ത അടയായിട്ട് കാണുന്നുള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ, കഴിച്ചു വെക്കാം. നല്ല മഴയാണ് പുറത്ത്, അപ്പോൾ കട്ടൻ ചായയും അടയും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ അല്ല, എല്ലാവർക്കും നല്ല വിശപ്പൊക്കെ ഉള്ള ടൈമാണ്, അപ്പോഴൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ